ലഹരിക്കെതിരെ പാലക്കാട് എക്സൈസ് ഓഫീസിലേക്ക് കെഎസ്യുവിന്റെ മാർച്ച് സംഘർഷഭരിതമായിരിക്കുന്നു. ബാരിക്കേഡ് മറികടക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ശ്രമത്തെ തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും നടക്കുകയാണ്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് ലഹരി വ്യാപകമാകുന്നു. അതിനെതിരെ എക്സൈസിന്റെ പ്രവർത്തനങ്ങൾ ഫലപ്രദമല്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ പാലക്കാട് കെഎസ്യു പ്രവർത്തകർ മാർച്ചും ധർണയും നടത്തുന്നത്. പാലക്കാട് എക്സൈസ് ഓഫീസിലേക്ക് കെഎസ്യു പ്രവർത്തകർ നടത്തുന്ന മാർച്ചിൽ പോലീസുമായി ഉന്തും തള്ളും ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ ചേരുന്നുണ്ട്. ഗോകുൽ, ഇപ്പോൾ അവിടെ രംഗം ശാന്തമാകുന്ന ലക്ഷണമുണ്ടോ? ഇല്ല, ഇപ്പോഴും പ്രവർത്തകർ പോലീസുമായി ഉന്തും തള്ളും നടത്തുകയാണ്. അതായത് ലഹരിക്കെതിരെയാണ് പാലക്കാട് എക്സൈസ് ഓഫീസിലേക്ക് കെഎസ്യു പ്രവർത്തകർ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി വന്നത്. ഈ പ്രതിഷേധത്തിന് ആര്യാടൻ ചൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം ഈ പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് അകത്തേക്ക് കയറാൻ, എക്സൈസ് ഓഫീസിനുള്ളിലേക്ക് കയറാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ടാണ് പോലീസുമായി വാഗ്വാദമുണ്ടാകുന്നതും പിന്നെ ഒരു ഉന്തും തള്ളിലേക്കും കാര്യങ്ങൾ നീങ്ങുന്നത്. ഇപ്പോഴും ഈ പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് അല്ലെങ്കിൽ ഈ എക്സൈസ് ഓഫീസിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. അതേസമയം തന്നെ അത് പോലീസ് ഒരു ചെറുത്തുനിൽപ്പൻ എന്നുള്ള രീതിയിൽ തന്നെ പ്രവർത്തകർ അവിടെ നിന്ന് മാറ്റുകയാണ്. അതിനിടയിൽ ഇപ്പോഴും ആ പ്രവർത്തകരും പോലീസും തമ്മിലൊരു സംഘർഷ സാധ്യതയിൽ തന്നെയാണുള്ളത്. പാലക്കാട് എക്സൈസ് ഓഫീസിന് മുൻവശത്താണ് ഇത്തരത്തിലൊരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നത്. ഇപ്പോഴും ഈ സംഘർഷ സാഹചര്യത്തിന് കുറവില്ല. അതോടൊപ്പം തന്നെ രണ്ട് ഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ട് തന്നെ കെഎസ്യു പ്രവർത്തകർ രണ്ട് ഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ട് ബാരിക്കേഡ് മറികടക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അത് പോലീസ് ചെറുക്കുന്ന രീതിയിൽ തന്നെ പോലീസ് അവരെ തടയുകയാണ്. അത്തരത്തിൽ ഒരു സംഘർഷ സാഹചര്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഏതായാലും സമയമായി ഇത്തരത്തിലൊരു സംഘർഷ സാഹചര്യത്തിൽ ഈ എക്സൈസ് ഓഫീസിന്റെ മുൻവശം തുടരുകയാണ്. ശരി, ഗോകുൽ വിഎസ് ആണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് എക്സൈസ് ഓഫീസിന് മുന്നിലേക്ക് കെഎസ്യു പ്രവർത്തകരുടെ മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നു. ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുകയാണ്. പ്രവർത്തകരുമായി പ്രവർത്തകർ അവിടെ തുടരുന്നുണ്ട്. പോലീസും പ്രവർത്തകരുമായി ബന്ധം കയ്യേറ്റം നടക്കുന്നുണ്ട്. അതിനിടയിൽ വലിയ തോതിലുള്ള മുദ്രാവാക്യം വിളികളും ഉയരുന്നുണ്ട്. പാലക്കാട് എക്സൈസ് ഓഫീസിലേക്കുള്ള കെഎസ്യുവിന്റെ പ്രതിഷേധം തുടരുകയാണ്. ഗോകുൽ വിഎസ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ഗോകുൽ, ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുകയാണോ? ഇപ്പോൾ കെഎസ്യു പ്രവർത്തകർ റോഡ് ഉപരോധിക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അതായത് ഇത് കളക്ടറേറ്റിലേക്കുള്ള പാതയാണ്. ആ റോഡ് ഉപരോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത്. ബാരിക്കേഡ് മറികടന്ന് എക്സൈസ് ഓഫീസിനകത്തേക്ക് കടക്കാൻ പ്രവർത്തകർ ശ്രമം നടത്തി. എന്നാൽ പോലീസിനെ തടഞ്ഞു. അതിനെ തുടർന്നാണ് ഇപ്പോൾ കെഎസ്യു പ്രവർത്തകർ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ കളക്ടറേറ്റിലേക്കുള്ള റോഡ് ഉപരോധിച്ചുകൊണ്ട് തന്നെ, ഇതൊരു പ്രധാന പാതയാണ്, ഈ പാത ഉപരോധിച്ചുകൊണ്ട് തന്നെ വാഹനങ്ങൾ കടത്തിവിടാം. അതേതരത്തിൽ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നത്. പ്രവർത്തകർ ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്നുകൊണ്ട് തന്നെ ഒരു പ്രതിഷേധ നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അത്തരത്തിൽ ഒരു പ്രതിഷേധവുമായി ഈ പ്രവർത്തകരും അതോടൊപ്പം പ്രവർത്തകരും നീങ്ങുകയാണ്. ഇപ്പം റോഡ് ഉപരോധിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് ഇപ്പോൾ
പ്രവർത്തകർ നീങ്ങുകയാണ്. എക്സൈസ് ഓഫീസിലേക്ക് KSU പ്രവർത്തകർ നടത്തിയ മാർച്ചിനിടെയാണ് സംഘർഷമുണ്ടായത്. അവിടെ പോലീസുമായി ഉന്തും തള്ളും ഉണ്ടായി. ഇപ്പോഴും സംഘർഷ സാധ്യത പൂർണ്ണമായിട്ടും ഒഴിവായിട്ടില്ല എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നതും ഗൂഗിൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ലഹരി വ്യാപകമാകുന്നതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച ചൂണ്ടിക്കാണിച്ചാണ് KSUവിന്റെ പ്രതിഷേധ മാർച്ച്. വാഹനം അവിടേക്ക് എത്തിയിട്ടുണ്ട്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. പ്രവർത്തകർ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചപ്പോഴും അവിടെ വന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാനുള്ള പോലീസിന്റെ നടപടിയാണ് പിന്നെയും ഉന്തിലേക്കും തള്ളിലേക്കും കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചത്. ഇപ്പോൾ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് പോലീസ് വാഹനത്തിനുള്ളിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പോലീസിനെ ചെറുക്കുന്നുണ്ട്. പ്രവർത്തകർ എന്തായാലും വലിയ സംഘർഷ സാഹചര്യമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഞങ്ങൾ പാലിക്കും.